കഴിഞ്ഞു. ഇപ്പോൾ DTC എന്ന റാങ്കിലാണ് ഞാനുള്ളത്. എന്റെ അപ്ലൈൻ റസൽ സാർ ആൻഡ് നജല ടീച്ചർ ആണ് എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തുന്നത്. ഞാൻ കുറെ അധികം നിരസിച്ചു. അന്നൊക്കെ ഇതിനെ കുറിച്ച് അറിയില്ല. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവരുടെ നിർബന്ധപ്രകാരം ഞാൻ അവരെ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ വീട്ടിൽ വന്നു, പ്രൊഡക്റ്റ് പരിചയപ്പെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പ്രൊഡക്റ്റ് സൂപ്പറാണ്. കാരണം 16 വർഷം മുന്നേ, അല്ല 2016 ഞാൻ ഈ അവസരം എന്റെ കയ്യിൽ കിട്ടിയിരുന്നു. പക്ഷെ ഈ അവസരം എത്രത്തോളം വലുതാണെന്ന് അന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരുന്നു. അതിലെ ചാമ്പി തൈലം ആണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ട് എന്ന് പറഞ്ഞാല് ചാമ്പി തൈലത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞാൽ തീരൂല. അത്രത്തോളം ഒരു മഹത്തായ ഒരു തൈലമാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. പിന്നെ എനിക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു വാദത്തിന്റെ പ്രശ്നം, പിന്നെ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒരുപാട് അലോപ്പതി, കുറെ വർഷങ്ങളായിട്ട് അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അലോപ്പതി മരുന്ന് കഴിച്ചാല് നമുക്ക് അത് ഒരു ഗുണമുണ്ടെങ്കിൽ അതിനൊരു ദോഷവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു ആശാവർക്കർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ആയുർവേദം കഴിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവരെന്റെ അടുത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അങ്ങനെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു. നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ട്. ഞാൻ അനുഭവിച്ച ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഹെൽത്ത് ഇഷ്യൂസിന് എനിക്ക് നല്ലൊരു ഫലം കണ്ടു. ഇപ്പൊ 2 വർഷമായിട്ട് എനിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. അപ്പോ പിന്നെയാണ് ഞാൻ ഓരോ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത്, പിന്നെ അതുപോലെ രാവിലെയുള്ള ഈ ഹൈ പ്ലേസ് മീറ്റിംഗ് അതെന്നും രാവിലെ കേൾക്കും. ഓരോ ലീഡേഴ്സും നമുക്ക് വളരെ വിലപ്പെട്ട അറിവുകളാണ് ഓരോ ലീഡേഴ്സും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ തന്നെ ഡയറിയും പേനയും എടുത്തു വെച്ച് ഓരോന്നും എഴുതി, അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി. ഈ ബിസിനസിനെ കുറിച്ച് ഒരുപാട്, ഇത് ചെറിയൊരു കാര്യമല്ല, നമുക്ക് കിട്ടിയൊരു വലിയ നിധി തന്നെയാണ്. കാരണം നമുക്ക് ഒരാളെയും ഇന്ന് രക്ഷപ്പെടുത്താൻ, സഹായിക്കാൻ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ എന്റെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് അതിനൊന്നും കഴിയില്ല. പക്ഷെ അതിനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. കുറെ ആളുകളെ സഹായിക്കാം എന്നും കുറെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഈ ആഗ്രഹങ്ങളൊക്കെ ഇതിലൂടെ സാധിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇത് ഏറ്റെടുത്തു. നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്റെ ടീമുകളും നല്ല രീതിയിൽ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് നമ്മുടെ ലത്തീഫ് ഉസ്താദിന്റെ പ്രിയ പത്നി സൂറ മേഡമാണ്. സൂറ മേഡത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, സൂറ മേഡം ലത്തീഫ് ഉസ്താദ് ഇതിലേക്ക് വന്ന അന്ന് മുതലേ ഒരു TC ആവുന്നത് വരെയും സൂറ മേഡം നല്ല നെഗറ്റീവായിരുന്നു. ഒരു TC ആയപ്പോ നമുക്ക് 3 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കിട്ടുമല്ലോ. അപ്പൊ അത് കൊടുത്തപ്പോഴും കൂടി സൂറ മേഡം നെഗറ്റീവ്, വലിയ ശ്രദ്ധയൊന്നും വെച്ചില്ല മക്കളും. അപ്പോ അതിന്റെ ഒരു വിഷമം സൂറ മേഡത്തിന്റെ മനസ്സിൽ നല്ലോണം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞങ്ങള് ഒരു മീറ്റിങ്ങില് സൂറ മേഡം ആ കാര്യം പറഞ്ഞപ്പോ സൂറ മേഡത്തിന്റെ കണ്ണ് നിറഞ്ഞത് മറക്കാൻ പറ്റൂല. ഇന്ന് ആ ഒരു അവസ്ഥയിൽ നിന്നിരുന്ന സൂറ മേഡം ഇന്ന് വളരെ പാഷനായി, വളരെ ഉത്തരവാദിത്വത്തോടെ, എങ്ങനെയാണ് സൂറ മേഡത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കേണ്ടത് എന്നറിയില്ല. അത്രത്തോളം ഇതിലേക്ക് പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും, എപ്പോ വിളിച്ചാലും സൂറ മേഡം ഫോൺ എടുക്കും. അതുപോലെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. ഓരോ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഉസ്താദിന്റെ വലങ്കൈയിൽ നിന്നുകൊണ്ട്, ഉസ്താദിന്റെ കരുത്തായിട്ട് നിൽക്കുന്ന സൂറ മേഡത്തെയാണ് നമുക്ക് ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ ഞാൻ വിളിക്കുന്നത്. പ്ലീസ് വെൽക്കം സൂറ മേഡം. താങ്ക് യു സുജാത മേഡം. മേഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ആശാ വർക്കറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു അവസരം മേഡം കേൾക്കുന്നതും ഒരു LTCS ഉള്ള കാരണത്താൽ ഇത് ഏറ്റെടുക്കുന്നതും. പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് വന്നതെങ്കിലും ഇന്ന് ഏതൊരാൾക്കാർക്കും റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ലീഡറാണ് സുജാത മേഡം. മേഡം ഒരു
ഈ ആശാ വർക്കർ എന്ന ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഇപ്പൊ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആയി എങ്കിൽ അടുത്ത് തന്നെ ഒരു സോണൽ ടീം കോർഡിനേറ്റർ ആകുന്നുണ്ടാകും. അതിന് വേണ്ട എല്ലാ ക്വാളിറ്റി ഉള്ള ഒരു ഗ്രേറ്റ് ലീഡർ ആണ്. അതുകൊണ്ട് മാഡത്തിന് അടുത്ത ലെവലിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. എന്നെ പരിചയപ്പെടുത്തി, വളരെ നല്ല രീതിയിൽ എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് സുഹറാബി, ഗോയിങ് RTC ലീഡർ ലത്തീഫ് ഉസ്താദ് സാറിന്റെ വൈഫാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോ എന്നെ കൊണ്ട് ഇന്നലെ നമ്മൾ ഈ ഒരു ഐപ്ലേസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓരോ ലീഡേഴ്സിന്റെ വാക്കുകളും നമ്മൾ 7 മണിക്ക് നമ്മൾ ഇത് കേൾക്കുന്നുണ്ട്. ഇന്നലെ നിഷാന്ത് സാർ എന്നെ കൊണ്ട് ഇത് പറഞ്ഞപ്പോ ആദ്യം എന്റെ മനസ്സിൽ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ലീഡേഴ്സ് പറയുമ്പോൾ നമ്മൾ അത് ആത്മധൈര്യത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ഞാനത് ഏറ്റെടുത്തു. കാരണം ഈ ഒരു സാറിന്റെ നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ അത് എടുക്കൂന്ന് പറഞ്ഞപ്പോ ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ ഇനി പല വിജയത്തിനും അതൊരു കാരണമാവും. കാരണം എന്താ വെച്ചാൽ ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ അല തല്ലിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ലീഡേഴ്സിന്റെ മോട്ടിവേഷനുകളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. ആദ്യമായി പറയാനുള്ളത് നമ്മള് സക്സസ് ബെറി ഗ്ലോബൽ ഓർഗനൈസേഷന്റെ ഫൗണ്ടേഴ്സ് ആയ മനോജ് സാർ ലതാ മാഡത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയാൻ, അതുപോലെ തന്നെ എന്റെ അപ്പലിയൻ ലീഡേഴ്സ് ആയ എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരം തന്നതിന് നന്ദി പറയാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാൻ കാരണം ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിലേക്ക് അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് ആയിരുന്നു എന്ന് സുജാത മാഡം പറഞ്ഞ സത്യമാണ്. ഞാൻ 1 വർഷത്തോളം ഹസ്ബൻഡ് ഏറ്റെടുത്ത സമയത്ത് എത്രത്തോളം ഒരു ആളെ നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടുണ്ടോ അതെല്ലാം നോക്കിയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഹസ്ബൻഡ് എന്നെ മുബീൻ സാറെ ട്രെയിനിങ്ങിന് വേണ്ടി എറണാകുളത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് സാറിന്റെ സ്പീച്ച് കേട്ട സമയത്താണ് ഹസ്ബൻഡ് ഏറ്റെടുത്ത മേഖല വലിയൊരു മേഖലയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഹസ്ബൻഡിന്റെ കൂടെ നിന്നുകൊണ്ട് ഏത് സമയത്ത് രാവിലെന്നായിക്കോട്ടെ പകലെന്നായിക്കോട്ടെ ഏത് സമയത്തും കൂടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളായി മാറാൻ സാധിച്ചു. അതുപോലെ ഇത്രയും ആളുകളെ മുന്നിൽ നിന്ന് സംസാരിക്കാന് ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഗ്രേറ്റ് ലീഡർ നിഷാന്ത് സാർ ആയിക്കോട്ടെ ഐഷ മേഡം ആയിക്കോട്ടെ ഓരോ സംഗതികൾക്ക് ഓരോ പ്രോഗ്രാമില് സംസാരിക്കാൻ പറയുമ്പോ ബാക്കിലേക്ക് നമ്മൾ ഒരു BOP വെക്കുകയാണെങ്കിൽ തന്നെ സ്റ്റേജിൽ കയറണം എന്ന് പറയുമ്പോൾ നമ്മൾ STC എന്ന റാങ്ക് വിളിക്കാനാകുന്ന ആ സമയത്ത് ഒന്നെങ്കിൽ ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്കോ മാറി നിൽക്കലാണ് ഞാൻ. പക്ഷെ അത്രത്തോളം എനിക്ക് ഒരു മടിയായിരുന്നു രംഗത്തേക്ക് വരാൻ. എന്നെ ഈ രീതിയിൽ ഇത്ര ആളുകൾ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്റെ ഈ ബിസിനസ്സിൽ തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കാരണം ഈ അടുക്കളയിൽ നിൽക്കേണ്ട ആളായിരുന്നു, ഇന്നിപ്പോ ഇത്രയും ടീമിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടീമിന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും ഇതിനൊക്കെ പ്രോഗ്രാമിൽ നമ്മൾ പോകുന്നത് കൊണ്ടാണ് നമുക്ക് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാമിലാണല്ലോ ഞാൻ നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവിലേക്ക് എത്തിയത്. അതുകൊണ്ട് പ്രോഗ്രാമിന്റെ നേട്ടങ്ങളെ കുറിച്ച് ഞാൻ കുറച്ച് പറയാം. നമുക്ക് പല വിധത്തിലുള്ള പ്രോഗ്രാമുകളും ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ GTS എന്ന് പറഞ്ഞാല് നമുക്ക് ഏതൊരു നെഗറ്റീവ് ഉള്ള ആളുകളെ നമ്മൾ GTS കൊണ്ടുപോയാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയായി തിരിച്ചു വരിക. കാരണം എന്താ വെച്ചാല് നമ്മള് GTSന് ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ കാറ്റഗറിയിൽ പെട്ട ആളുകളാണ് അവിടെ വരുന്നത്, ഏത് സാധാരണക്കാർക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് GTSലൂടെയാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വിശ്വാസം വേണമല്ലോ. ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ്, അത്യാവശ്യമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. എന്തിലൊക്കെ നമ്മൾ വിശ്വസിക്കണം, പ്രൊഡക്റ്റിൽ വിശ്വസിക്കണം, സിസ്റ്റത്തിൽ വിശ്വസിക്കണം, കമ്പനിയിൽ വിശ്വസിക്കണം. അതെല്ലാം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പോകുന്നതോടു കൂടി നമുക്ക് കിട്ടും. പല ആളുകളും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൽ എന്താ വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതിന്റെ റിസൾട്ട് കാരണമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്, അന്ന് ഇങ്ങനെ ആയിരുന്നു, ഇന്ന് ഈ ലെവലിൽ എത്താൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ GTSൽ നമുക്ക് അവര് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോ നേരിട്ട് കാണുമ്പോ അതിലുള്ള നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസമാണ് നമ്മളെ ഈ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുക. അതുപോലെ നമ്മൾ പറയും എന്നെ കൊണ്ട് ഇത് സാധിക്കൂല,
എന്ന് പറഞ്ഞാണ് പല ആളുകളും മാറി നിൽക്കുന്നത്. GTS പോണ സമയത്ത് സാധാരണ കൂലിപ്പണിക്കാർ വരെ 2,10,000 എന്നുള്ള ഫിഗർ വാങ്ങിയെടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കേൾക്കുന്നതല്ല, ആരും വിശ്വസിക്കുക, നേരിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പണി എന്താന്ന് വെച്ചാല് നമ്മൾ പ്രോഗ്രാമിൽ എത്തിക്കുക എന്നല്ല. പ്രോഗ്രാം എപ്പോഴും നമ്മൾ ലീഡേഴ്സ് പറയാം, പ്രോഗ്രാം ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ പ്രോഗ്രാം തന്നെയാണ്. ഈ ബിസിനസിന്റെ ജീവനാടി എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഓരോ സ്റ്റെപ്പ് കയറണമെങ്കിൽ നമ്മൾ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ പങ്കെടുക്കൽ നിർബന്ധമാണ്, പങ്കെടുത്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ അടുത്ത പ്രോഗ്രാം ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം എവിടെയാണോ അടുത്ത പ്രോഗ്രാം നടക്കുന്നത് അവിടെ നമ്മൾ എത്തിക്കണം. പല ആൾക്കാരും ഫോൺ വിളിച്ച് പറയാണ്, നാളെ നിങ്ങൾ അവിടെ എത്തിയിട്ടും ഒരിക്കലും പുതിയ ഒരു വ്യക്തി ഫോൺ വിളിച്ച് പറഞ്ഞത് കൊണ്ട് ആ ഹോളിലേക്ക് അവരെത്തൂല. നമ്മൾ അവിടെ ചെന്ന് അവരെ ഒരുക്കി നമ്മളെ വണ്ടിയിൽ കയറ്റി നമുക്ക് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അവർ പ്രോഗ്രാമിനെത്തുള്ളൂ. ആ കാര്യം നമ്മൾ ഒരു 4-5 പ്രാവശ്യം നമ്മൾ റിസ്ക് ഇടേണ്ടി വരും, അത് ഇട്ടേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പോയി ആ ആളെ GTS എത്തിക്കുന്നതോട് കൂടി അവരുടെ ബിലീഫ് ലെവൽ കൂട്ടാൻ സാധിക്കും. പിന്നെ നമ്മൾ ഒരു 4-5 പ്രാവശ്യം നമ്മൾ അത് കൊണ്ടുപോകണം. പിന്നെ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അതിന് പല ലീഡേഴ്സും ഡിസ്ട്രിബ്യൂട്ടർ അല്ല, ലീഡേഴ്സ് തന്നെ ഈ ഒരു കാര്യത്തിന് പിറകോട്ടാണ്. എന്നും GTS പോവാന്ന് പറഞ്ഞാൽ അവർ പറയും കേൾക്കുന്നതല്ലേ എന്നും കേൾക്കുന്നത് തന്നെ അല്ലേ കേൾക്കുന്നത്. ഒരിക്കലും എന്നും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളല്ല കേൾക്കുന്നത്. അങ്ങനെ ഒരു മൈൻഡ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഓരോ ലീഡേഴ്സും എന്നും കേറുന്ന ഒരാളല്ലല്ലോ TC ആയി അവിടെ പുതിയ ആളുകൾ അങ്ങനെ കേറിക്കൊണ്ടിരിക്കുക. അവരുടെ എക്സ്പീരിയൻസ്, ആരുടെ വാക്കുകളാണോ ഒരു വ്യക്തിന്റെ ഉള്ളില് കൊള്ളുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. എല്ലാരുടെ വാക്കുകളും ഒരേപോലെ അല്ലല്ലോ. ചിലപ്പോ ഒരു സാധാ വ്യക്തിയുടെ വാക്കുകളാവാം ഒരാളെ മനസ്സിൽ കൊള്ളുക. അപ്പൊ അത് നമുക്ക് നമ്മളെ മനസ്സിൽ അയാൾ ഇങ്ങനെ ആയോ, ആ വ്യക്തി ഇങ്ങനെയൊക്കെ ലെവലിൽ എത്തിയോ, നമുക്ക് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവും. അതിന് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. GTS ഏതെല്ലാം ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, പോലീസ്, എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും ഈ GTS വരും. കമ്പനി GTS ആയതുകൊണ്ട് പല സ്ഥലത്തുള്ള ആളുകളും അവിടെ എത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആളുകളെ കൊണ്ടുപോകാൻ നമ്മൾ പിറകോട്ടാവുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബിസിനസ് പിറകോട്ട് പോകുന്നത്. അതിന് നമ്മളിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതുപോലെ GTS കമ്പനി റാങ്കായ TC എന്ന റാങ്ക് മുതൽച്ചാണ് നമ്മൾ GTS കയറ്റുക. അങ്ങനെയാണെങ്കിൽ BOP വേറെ മറ്റൊരു പ്രോഗ്രാം ആണല്ലോ. BOP എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ആ ടീം നടത്തുന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ ടീമിനെ എത്തിക്കൽ നിർബന്ധമാണ്. എവിടെയാണോ BOP നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, എവിടെയാണോ നടത്തുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ BOP നടത്തുന്നത് അവിടേക്ക് നമ്മൾ ആളുകളെ എത്തിക്കും. അങ്ങനെ എത്തിക്കുന്നവർക്കേ വിജയിക്കാൻ സാധിക്കുള്ളൂ. അല്ല അത്ര ദൂരമുണ്ട് ഇത്ര ദൂരമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോവാതിരുന്നാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. നമ്മളില്ലെങ്കിൽ വേറെ ആളിലൂടെ ബിസിനസ് കയറി പോകും. അപ്പൊ നമുക്ക് വിജയിക്കണോ, നമ്മൾ തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അപ്പൊ BOPകളിലേക്ക് നമ്മൾ ആളുകളെ എത്തിക്കുക എന്നുള്ളത് നമ്മളെ ഒരു ഹോബിയാക്കി നമ്മൾ മാറ്റണം. BOPകൾ ചെല്ലുമ്പോഴേ നമ്മൾ സിസ്റ്റം കൊടുക്കുന്ന റാങ്കുകളായ ബെറിസ്റ്റാർ ആയിക്കോട്ടെ, ഡബിൾ ബെറിസ്റ്റാർ, ഇവർക്കൊക്കെ മൈക്ക് കൊടുക്കാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടുന്ന ഒരു വേദിയാണ് BOP. അപ്പൊ BOP നമ്മൾ കേട്ടത് തന്നെ കേൾക്കുകയാണ്. എന്തിനാണ് ഇപ്പൊ അവർക്ക് പോണെന്നുള്ള ലീഡേഴ്സ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വന്ന ആളുകളെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ നമ്മൾ അവർക്ക് ഒരു കോൺഫിഡന്റ് കൊടുക്കണം. കോൺഫിഡന്റ് കൊടുക്കുമ്പോഴേ അവർക്ക് ഇതിലേക്ക് വരാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അവർ വന്നെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്തുള്ള തെറ്റുകൾ നമ്മൾ മാറ്റി നിർത്തണം. നമുക്ക് എപ്പോഴും BOPകളിലേക്കായിക്കോട്ടെ, GTSയിലായിക്കോട്ടെ, എല്ലാവരും ടീമിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റിയെങ്കിലേ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് NDO ആയിക്കോട്ടെ, NDO ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ എന്നാ പറയാ. ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ക്ലാസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആണല്ലോ NDO. NDOയില് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന ആ പ്രോഗ്രാമിൽ അവർക്ക് പങ്കെടുത്തേ പറ്റൂ. പല ആൾക്കാരും പറയും NDO ഇതെല്ലാം പങ്കെടുക്കണമെങ്കിൽ ക്യാഷ് വേണം, എന്നും ഇത് ക്യാഷിന്റെ ഒരു ഏർപ്പാടിനുള്ളൂ. പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നമുക്ക്
നമുക്ക് വിജയിക്കാൻ സാധിക്കൂല. കുറച്ച് കാരണം ഒരു ടിക്കറ്റിന്റെ കാശ് അല്ലെങ്കിൽ ഒരു ചായ പൈസ ഇതൊക്കെ അല്ലേ നമുക്ക് വേണ്ടതുള്ളൂ. ഒരു പ്രാവശ്യം നമുക്ക് 2,10,000 എന്നുള്ള ഒരു ഫിഗർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഇതുവരെയുള്ള ചെലവൊക്കെ നമുക്ക് അതിന് മാറ്റാൻ കഴിയും. അതുകൊണ്ട് അത് ലീഡേഴ്സ് തന്നെ നമുക്ക് അത്ര പൈസയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ താഴെയുള്ള ടീം ഒരിക്കലും ഇങ്ങനത്തെ സംഗതികൾക്ക് പങ്കെടുക്കൂല. അപ്പൊ എത്ര ക്യാഷ് ആയാലും നമ്മൾ അതിൽ പങ്കെടുക്കുക. അതല്ല നിഷാന്ത് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ടിക്കറ്റ് സെല്ലർ ആവുക. നമുക്ക് ടിക്കറ്റ് സെല്ലർ ആയെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയും. ഇവരൊക്കെ വിജയിച്ചത് ഈ ഒരു രീതി എന്താണോ അപ്ലൈൻ ലീഡേഴ്സ് നമ്മളോട് ഏൽപ്പിക്കുന്ന കാര്യം അത് ഭംഗിയായി ചെയ്തത് കൊണ്ടാണ് ഇവരൊക്കെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കാൻ നമ്മളെ അപ്ലൈൻ ലീഡേഴ്സ് ആയ നിഷാന്ത് സാർ ആയിക്കോട്ടെ, ഐഷ മേഡം ആയിക്കോട്ടെ, അൽതാഫ് സാറ്, ഇസ്മായിൽ സാറ്, ഇവരെല്ലാം വിജയിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ അപ്ലൈൻ ലീഡേഴ്സ് പറയുന്ന വാക്കുകൾ അതേപടി സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് അവർ വിജയിക്കുന്നത്. അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് അല്ലേ? അപ്പൊ അവര് ചെയ്തത് എന്താണോ അത് നമ്മളും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ അവര് ടിക്കറ്റ് എടുക്കണം എന്നുള്ള അവരുടെ ലീഡേഴ്സ് മുബീൻ സാർ ഇത്ര ടിക്കറ്റ് നിങ്ങൾ എടുക്കണം എന്ന് പറയുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ NTC ലീഡേഴ്സ് അത് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവർക്ക് തരാൻ കഴിയുന്നത്. നമ്മളോട് എങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പറയുന്നുണ്ടോ അതിലേറെ സ്ട്രോങ്ങിൽ അവരുടെ ലീഡേഴ്സ് അവരോട് പറയുന്നുണ്ട് ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഒരു മടിയും കൂടാതെ ഇത്ര ടിക്കറ്റ് ഞങ്ങൾക്ക് വേണമെന്നുള്ള ആത്മധൈര്യത്തോട് കൂടി അവർ പറയുന്നത് അവർക്ക് വിജയിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ നമ്മളും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും അവരെ പോലെ തന്നെ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് സെല്ലറായി മാറുക. ഇപ്പൊ എവല്യൂഷൻ എന്ന് പറഞ്ഞ വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട് നമ്മുടെ നാട്ടില്. നമ്മളൊക്കെ ഓരോ പ്രോഗ്രാമിന് എറണാകുളം പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ട്. അവിടെ 2,500 രൂപ ടിക്കറ്റിന് വേണമെങ്കിൽ ഹോളിലേക്ക് കയറാനുള്ള എൻട്രി മാത്രമാണത്. അത് ഭക്ഷണത്തിന് വേറെ, വണ്ടിക്കൂലി വേറെ, ഇതൊക്കെ കൂടി ഒരു സംഖ്യ വരും. ഇവിടെ നമ്മുടെ നാട്ടില് വലിയൊരു പ്രോഗ്രാം മാസം 2 കോടി രൂപ വരുമാനമാകുന്ന മുബീൻ സാറാണ് നമ്മുടെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ നമ്മള് ആ ഒരു പ്രോഗ്രാമിനെ എത്രത്തോളം നമുക്ക് കത്തിക്കാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തിരിക്കണം. ഇത്ര ടിക്കറ്റുകൾ നമ്മൾ ടീമിൽ കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് കൊടുക്കാൻ റെഡി ആവണം. പക്ഷെ പല ലേഡീസിനും ടിക്കറ്റ് എടുക്കാൻ പേടിയാണ്. ഇത് കൊടുക്കാൻ കഴിയുമോ, ഇത് കൊടുത്തില്ലെങ്കിൽ എന്താക്കും, പൈസ എന്റെ കയ്യിൽ നിന്ന് പോവൂലേ, പ്രോഗ്രാമിന് പൈസ പോകുന്ന പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ ആരും മടിക്കരുത്. ഒരു ടിക്കറ്റിന്റെ പൈസ നമുക്ക് നഷ്ടമാകുകയാണെങ്കിൽ കുറെ ടിക്കറ്റുകൾ വാങ്ങാനുള്ള കാശ് മറ്റുള്ള ആളുകളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ആ ഒരു മൈൻഡാണ് നമുക്ക് വേണ്ടത്. ടിക്കറ്റ് എപ്പോഴും പറയാൻ കാരണം ഇതാണ്, വിജയിക്കണോ നമ്മുടെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ. നമ്മളായിട്ടുള്ള ഒരു തീരുമാനം ഈ ഒരു ബിസിനസ്സിന് നമുക്ക് പറ്റൂല. ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ലെവലിൽ നമുക്ക് എത്താം. അവരെത്തിയിട്ടുണ്ടോ നമുക്കും എത്താൻ കഴിയും. അതുകൊണ്ട് നമ്മള് ഫംഗ്ഷന് നമ്മള് നല്ലവണ്ണം പ്രൊമോഷൻ കൊടുക്കുക. ഇപ്പൊ ടിക്കറ്റ് നമ്മളെ പല ആളുകളെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അത് കാശുകളൊക്കെ പെട്ടെന്ന് വാങ്ങി നമ്മളെ ലീഡേഴ്സിന് കൊടുക്കുക. അത് പ്രോഗ്രാം കളർഫുൾ ആക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ കിട്ടി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം വേറെ എവിടെ സ്ഥലത്താണ് വെച്ചത് എങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. ഈ ചുരുങ്ങിയ ചെലവില് ഇത്ര ചെലവ് ഈ 600 രൂപ എന്നുള്ളത് തന്നെ ഏറെയാണ് പല ലീഡേഴ്സിനും. പക്ഷെ ഈ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ഈ 600 രൂപ പോരാ. അവര് വലിയ ലീഡേഴ്സ് ഇരുന്ന് ചർച്ച ചെയ്ത് ബാക്കിയുള്ളത് നമുക്ക് എന്തേലും ചെയ്യാം, ഇത്ര വാങ്ങിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലൂടെയാണ് 600 രൂപ എന്ന ഒരു ചാർജ് നമുക്ക് ഇട്ടത്. അത് നമുക്ക് ഏറെയാണെന്നൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. അത് നമ്മൾ നല്ലവണ്ണം പ്രൊമോഷൻ ചെയ്ത് ടിക്കറ്റുകൾ ആളിലേക്ക് എത്തിക്കുക. അതുപോലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വാല്യൂ ഉള്ള ഒരു സംഗതിയാണ്. അപ്പൊ NDO എന്ന് പറഞ്ഞു, NDO പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുപോലെ ട്രെയിനിങ്, നമ്മൾ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പറഞ്ഞാൽ മറ്റൊരു പ്രോഗ്രാമാണ്. ഡിസ്ട്രിബ്യൂട്ടർമാരെ ചെയ്ത് പഠിപ്പിക്കുകയാണ്. അവരെ കൊണ്ട് ചെന്ന് നമ്മൾ ബോർഡിൽ ചെയ്യിപ്പിച്ചും പറഞ്ഞു അവരെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിന് പങ്കെടുക്കണം നമ്മൾ പറയുന്ന സമയത്ത് അവർ പങ്കെടുക്കാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും
ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂല. ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലീഡേഴ്സ് നമുക്ക് ട്രെയിനിങ് കൊടുക്കും, DTC ആകുമ്പോൾ ലീഡേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കാം. പക്ഷെ അവര് ഈ ആദ്യം വിളിക്കുന്ന ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ എന്തെല്ലാം കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ള ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പങ്കെടുത്തേ പറ്റുള്ളൂ. അതുപോലെ ഹോം മീറ്റിംഗ്, പല മീറ്റിങ്ങുകളിലും പല കാര്യങ്ങളാണ് പറയാ. ഹോം മീറ്റിങ്ങിൽ പറയുന്നത് ആയിക്കൂല ട്രെയിനിങ്ങിൽ പറയാം. അപ്പൊ നമ്മൾ ഒരു മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ച് വെച്ച് ഇതെല്ലാം ഒരുപോലെ തന്നെയല്ലേ, എന്തിനാണ് എല്ലാത്തിലും എന്നും പങ്കെടുക്കുന്നത്, ആ തീരുമാനം നമ്മൾ മാറ്റുക. ആ തീരുമാനം മാറ്റിയെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ഹോം മീറ്റിംഗ് വെക്കുന്ന സമയത്ത് നമ്മൾ ലീഡേഴ്സിനോട് ഞങ്ങൾ എക്സ്പീരിയൻസ് പറയണമെന്ന് പറയുമ്പോൾ മാറി നിൽക്കരുത്. നമ്മൾ ഞാൻ പറഞ്ഞോളാം ഗഡ്സോട് കൂടി അത് ഏറ്റെടുക്കുക, ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഹോം മീറ്റിങ്ങിൽ നമ്മൾ വേറെയുള്ള കാര്യങ്ങളൊന്നും അവിടെ മീറ്റിംഗ്, ബിസിനസ് മീറ്റിങ്ങും ഹെൽത്ത് മീറ്റിങ്ങും ഒക്കെ ആയിട്ട് എടുക്കുക. അപ്പൊ ഈ ഹോം മീറ്റിങ്ങും എല്ലാം എടുക്കുന്ന സമയത്ത് ആ വീട്ടുകാര് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, അവര് ചായ ഉണ്ടാക്കാനും ഫോൺമേല് വേറെയുള്ള ഫോൺ വിളിക്കാനും ഒക്കെ പോവാ. ഒരിക്കലും അത് ചെയ്ത് മീറ്റിംഗ് എടുക്കുന്ന സമയത്ത് ആ വീട്ടുകാർ അവിടെ ഇരിക്കണം, കഴിയുന്നത് വരെ അവിടെ ഇരുന്ന് എന്താണോ ഇവര് പറയുന്നത് അത് കേൾക്കാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടാവണം. കാരണം അവർക്ക് ഇത് മനസ്സിലാവണ്ടേ. പല വീട്ടുകളിലും ഒരാളായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടാവുക, ഒന്നെങ്കിൽ ഹസ്ബൻഡ് ഒന്നെങ്കിൽ വൈഫ്. ഇവർ ഏറ്റെടുക്കുന്ന സമയത്ത് അവരെ വീട്ടിൽ ഈ ഹോം മീറ്റിംഗ് വെക്കുന്ന സമയത്ത് അവരിൽ ഒരു പോസിറ്റീവ് എനർജി വരാനുണ്ട്. അത് വരണമെന്നുണ്ടെങ്കിൽ ആരാണോ ഏറ്റെടുത്തത്, ഏറ്റെടുക്കാത്ത ആൾ അവിടെ ഇരുത്തണം. ആ ഇരുത്താൻ നമുക്ക് കഴിയണം, എന്നെങ്കിലേ അവിടെ പോസിറ്റീവ് ആയിട്ട് വരുള്ളൂ. ഫാമിലി ആയിട്ട് ചെയ്യുമ്പോൾ ഡബിൾ റിസൾട്ട് ആണ്. ഫാമിലി ആയി ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ സപ്പോർട്ട് ഈ ബിസിനസിന് മസ്റ്റ് ആണ് അല്ലെ. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹസ്ബൻഡും വൈഫും ഏറ്റെടുക്കുന്ന സമയത്ത് രണ്ടാൾക്കും ഫീൽഡിൽ എപ്പോഴും ഇറങ്ങാൻ സാധിച്ചോളണമെന്നൊന്നുമില്ല. പക്ഷേ ഹസ്ബൻഡ് ആണ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഹസ്ബൻഡ് രാത്രി ബിസിനസിന് ടൈമോ കാലോ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഏത് ടൈമിൽ നമുക്ക് വർക്ക് കഴിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോ 12 മണി 1 മണി നേരത്തൊക്കെ ആയിരിക്കും ഹസ്ബൻഡ് വീട്ടിലേക്ക് കയറി വരിക. എന്നാൽ ഈ വൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഹസ്ബൻഡിന് ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ വളരെ എളുപ്പം സാധിക്കും. കാരണം വെച്ചാൽ നമ്മൾ കയറി വരുന്ന സമയത്ത് നല്ല മനസ്സോട് കൂടി നല്ല മനസ്സോട് കൂടി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിനുണ്ട് ഒരു സന്തോഷം വരാന്. കാരണം അനുഭവത്തിലൂടെയാണ് പറയുന്നത്. ഞാൻ നെഗറ്റീവ് ആയിരുന്നല്ലോ, ഇത് പോസിറ്റീവായി ഏറ്റെടുത്ത സമയത്ത് ഉണ്ടായ ഒരു മാറ്റങ്ങൾ ഒരു കൊല്ലം കൊണ്ടാണ് TC ആയത് എങ്കിൽ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ സപ്പോർട്ട് കൊടുത്ത് നിന്ന സമയത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് റാങ്ക് അടിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ STC എന്ന റാങ്കിലാണ് നിൽക്കുന്നത്. അടുത്ത് തന്നെ നമ്മൾ എവല്യൂഷൻ ഉള്ള പ്രോഗ്രാമിലേക്ക് നമ്മൾ RTC എന്ന റാങ്കിൽ എത്തുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഉണ്ടാവാൻ കാരണം ഈ ഫാമിലി സപ്പോർട്ടാണ്. അപ്പൊ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഫാമിലി ഇല്ലാത്തവര് ബിസിനസ് ചെയ്യണ്ടെന്നല്ല, ഫാമിലി ഇല്ലാതെ ഒറ്റക്ക് തന്നെ ബിസിനസ് ചെയ്യാൻ കഴിയുന്നുള്ള തെളിയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിഷ മാഡം. അതുപോലെ ഗഡ്സോട് കൂടി നമുക്ക് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ കഴിയുകയാണെങ്കിൽ ആർക്കും ഇതിൽ വിജയിക്കാൻ കഴിയും. പക്ഷേ ഫാമിലി സപ്പോർട്ട് നിൽക്കാനുള്ള ആളുകൾ ഫാമിലി സപ്പോർട്ട് കൂടി തന്നെ ബിസിനസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡബിൾ റിസൾട്ട് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അതിനൊക്കെ പറ്റിയ ഒരു പ്രോഗ്രാമാണ് ഹോം മീറ്റിംഗ്. അവര് വേറെയുള്ള പ്രോഗ്രാമിലേക്ക് ഒന്നും അവരെ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മീറ്റിംഗ് വെക്കുന്ന സമയത്ത് അവരെ ഇരുത്തി ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് അവർക്ക് കിട്ടും അല്ലെ. നമ്മള് പ്രൊഡക്റ്റ് ഇന്നതിനുള്ള പ്രൊഡക്റ്റുകളാണിത്, അസുഖം വരാതിരിക്കാനുള്ള പ്രൊഡക്റ്റുകളാണെന്നൊക്കെയാണല്ലോ ആ മീറ്റിങ്ങിൽ പറയാം. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം വരും, ചെയ്തോട്ടെ, ഹസ്ബൻഡിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അല്ലെ വൈഫിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും ഹോം മീറ്റിങ്ങിലൂടെ. അതുപോലെ തന്നെയാണ് നമ്മൾ ടീമിന്റെ ഒരു ടീം മീറ്റിംഗ് വെക്കും. അതിൽ വർക്ക് പ്ലാനിങ് ആണ് ഉണ്ടാവുക. അവിടെ ഹോം മീറ്റിംഗ് പറയേണ്ട കാര്യങ്ങളാണോ പറയാറില്ല. അപ്പോ ടീം മീറ്റിംഗ് വെക്കുന്ന സമയത്ത് ഒരാഴ്ചത്തേക്കുള്ള വർക്ക് നമ്മൾ അവിടെ പ്ലാൻ ചെയ്യും, അല്ലെ ഒരു മാസത്തേക്കുള്ള വർക്ക്, ഏത് ലീഡേഴ്സ് വേണോ, ഈ മീറ്റിംഗ് എടുക്കാൻ ഏത് ലീഡേഴ്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരുടെ ഓഡിയോ എത്ര ഉണ്ടാക്കണം, ഈ ഒരാഴ്ച ക്രോസ് ചെയ്യുമ്പോഴത്തിന് അവിടെ ലെവൽ എങ്ങോട്ടാണ് എത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ് ടീം മീറ്റിംഗ്.
അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇഫ് യു വാണ്ട് ചേഞ്ച് ഫസ്റ്റ് യു ചേഞ്ച് എന്നാ പറയാ. നമ്മൾ മാറാൻ നമ്മൾ തയ്യാറാവണം. മാറാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുള്ളൂ. കാരണം ചിലപ്പോ നമുക്ക് വസ്ത്രത്തിലാവാം, അതുപോലെ തന്നെ സ്വഭാവത്തിലാവാം, അല്ലെങ്കിൽ പെരുമാറ്റത്തിലാവാം. നമ്മുടെ ലീഡേഴ്സ് നമ്മളെ കൊണ്ട് പറയാണ്, സാറേ നിങ്ങളെ ഈ സ്വഭാവം നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂലട്ടോ, ഇത് നമ്മൾ മാറ്റിയെടുക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ലീഡേഴ്സിനോട് മറിച്ചൊന്നും പറയാതെ, സാറേ ഞാൻ മാറ്റിക്കോളാം, എന്റെ തീരുമാനങ്ങൾ എന്നിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ മാറ്റിക്കോളാം എന്ന് പറയുന്ന ഒരു ലീഡറാണ് വിജയിക്കുക. അത് നമ്മൾ മാറാൻ തയ്യാറായേ പറ്റുള്ളൂ. കാരണം സ്വഭാവത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്വഭാവം അല്ല നമ്മൾ ടീമിൽ കാണിക്കേണ്ടത്. നമ്മൾ പല ആളുകളും പല ഉമ്മമാരെ മക്കളാണ്, പക്ഷെ പല ആൾക്കാർക്ക് പല സ്വഭാവങ്ങളായിട്ടുണ്ടാവുക. ടീമിന്റെ അടുത്ത് നമ്മൾ നല്ല സ്വഭാവത്തിലായിരിക്കണം പെരുമാറേണ്ടത്. നമ്മൾ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പെട്ടെന്ന് ദേഷ്യം കയറുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ചില ആൾക്കാർ ദേഷ്യം പിടിക്കൂല, എത്ര ആയാലും ദേഷ്യം പിടിക്കൂല. രണ്ട് ടൈപ്പുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് പെട്ടെന്നുള്ള ദേഷ്യം നമ്മൾ ടീമിൽ ആ സ്വഭാവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടീം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കൂല. കാരണം നമ്മൾ പറയാം, ആ ലീഡേഴ്സ് എന്നോട് ചൂടാകുന്നുണ്ട്, ആ പ്ലെയിന് എനിക്ക് വേണ്ട, ആ പ്ലെയിന് എന്റെ കൂടെ വർക്കിന് വേണ്ട എന്നൊക്കെ പറയും. അതൊക്കെ ഇല്ലാതാവണമെങ്കിൽ നമ്മൾ സ്വഭാവം മാറ്റിയേ പറ്റുള്ളൂ. സ്വഭാവം എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. നമ്മൾ ടീമിന്റെ മുന്നിൽ നല്ല രീതിയിൽ ഒരു കാര്യം നമ്മളിപ്പോ ഒരു ക്ഷണിക്കുകയാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ക്ഷണിക്കുമ്പോ അത് വേറെ ഒരു കല്യാണത്തിന് ഇപ്പോ ക്ഷണിക്കുകയാണ്, നിങ്ങൾ വരണ്ടിട്ടോ ഞായറാഴ്ച എന്റെ കല്യാണം എന്ന് പറയുന്നതും അവരെ വീട്ടിൽ പോയി നല്ല രീതിയിൽ നിങ്ങളെല്ലാരും ഫാമിലിയോട് കൂടി വരണട്ടോ എന്ന് പറയുന്നതൊക്കെ മാറ്റണ്ട്. അപ്പൊ സ്വഭാവം നമ്മൾ നന്നാക്കാൻ, നല്ലതല്ലെങ്കിൽ നന്നാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ. ഒറ്റയടിക്ക് ഒരാളെ സ്വഭാവം പെട്ടെന്ന് നന്നാവൂല. പക്ഷെ ക്രമേണ നമ്മളിലുള്ള എന്തൊക്കെ ദുശീലങ്ങളായ സ്വഭാവങ്ങളുണ്ടോ അത് മാറ്റിയെടുത്ത് നമ്മൾ ടീമിൽ ഒരു റോൾ മോഡലായി നമ്മൾ മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാറാൻ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ മാറ്റണം. പെരുമാറ്റത്തിൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ടീമിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞു തരും. അതുപോലെ നമ്മൾ ചെയ്താൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത് ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലായിരിക്കണം നമ്മൾ പോണത്. നമ്മളെ കാണുമ്പോ തന്നെ അവർക്ക് തോന്നണം ഇവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മൾ ആദ്യമായിട്ട് പ്ലാൻ മനസ്സിലായിട്ടൊന്നും അല്ല ഒരാൾ ഈ ബിസിനസ്സിക്ക് വരിക. അപ്പൊ നമ്മളെ കാണുമ്പോ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മളെ കാണുമ്പോ അവരിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ് ബിസിനസ് ചെയ്യാൻ അവളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ വെച്ച് നമ്മളെ അനുഭവമാണ്. ഒരു ടീം പ്ലാൻ പറയാൻ പോയ സമയത്ത് മുണ്ടും ഷർട്ടും ഇട്ടായിരുന്നു പോയിരുന്നത്. പക്ഷെ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരാളായിരുന്നു. അവര് ഹൈ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളായപ്പോ പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ വ്യക്തി ഇവരോട് പറഞ്ഞത് എന്താണെന്നറിയോ, ഇത്രയും വലിയൊരു അവസരം നിങ്ങൾ പരിചയപ്പെടുത്താൻ വന്നത് ഇങ്ങനെയാണോ? നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ലുക്കിലല്ലേ പോണ്ടത്, അപ്പോഴല്ലേ നിങ്ങളെ താഴെ ആളുകൾ ജോയിൻ ചെയ്യുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങൾ നമ്മൾ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞു തരാൻ കാരണം. നമ്മളിലുള്ള ഇനി ഒരാൾക്കും അങ്ങനെ സംഭവിക്കരുത് എന്ന് നമ്മൾ കരുതിയിട്ടാണ് ഈ ആദ്യ കാര്യങ്ങൾ നമ്മൾ പിന്നെയും പറയാൻ കാരണം. ഇത് പുതുതായി വന്ന ആളുകൾ ഉണ്ടാവാം, അവർക്ക് ഇത് കേട്ട് എന്നും കേൾക്കുന്ന ആളുകൾക്ക് ഇതറിയാം. പക്ഷെ ഇന്നലെ ജോയിൻ ചെയ്ത പുതിയതായ ഒരുപാട് വ്യക്തികൾ ഈ ഐപ്ലേസ് മീറ്റിംഗിൽ കയറുന്നുണ്ട്. അവർക്കും വേണ്ടിയാണ് ഈ ആവർത്തനം പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡ്രസ് കോഡ് മസ്റ്റ് ആണ്. നമ്മൾ പ്ലാൻ പറയാൻ പോകുമ്പോ പാന്റ്, ഷർട്ട്, ഷൂവ് ഇതെല്ലാം നമ്മൾ ധരിച്ചിരിക്കണം. ഒരു അടുത്തേക്ക് പ്ലാൻ പറയാൻ പോവായിക്കോട്ടെ, ആ ഒരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഒരു BOPക്ക് വരികയാണെങ്കിലും ചില ആളുകൾ വലിയ ലെവലിലെത്തിയ ആളുകളായാലും മുണ്ടും ഷർട്ടും ഇട്ടൊക്കെ വരുന്നത് കാണാം. പക്ഷെ അത് നമ്മൾ മാറ്റണം. ക്രമേണ അത് മാറ്റിയെങ്കിലേ നമ്മുടെ ടീം നമ്മളൊപ്പം കൂട്ടിപ്പിടിച്ച് നിൽക്കാണ്ടാവുള്ളൂ. എന്റെ ലീഡർ അങ്ങനെയാണ്, നല്ല ലീഡറാണ്, അവരൊപ്പം നമുക്ക് നിൽക്കണം എന്നുള്ളത് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ അങ്ങനെ നിന്നേ പറ്റുള്ളൂ. അപ്പൊ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് പല ആൾക്കാരും പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്
നിങ്ങൾ ഡ്രസ് കോഡ് മാറണം കേട്ടോ സാറേ, നിങ്ങള് അങ്ങനെ ചെയ്തെങ്കിലല്ലേ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഒക്കെ പറയുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു റാങ്കിൽ എത്തട്ടെ എന്നിട്ട് ഞാൻ ചേഞ്ച് ചെയ്തോളാം, ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, റാങ്കിൽ എത്തണമെങ്കിൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അവർക്ക് നമ്മളൊപ്പം വരണം എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവണമെങ്കിൽ നമ്മൾ ഡ്രസ് കോഡ് മാറ്റിയേ പറ്റൂ. റാങ്ക് ആവാനോ അല്ലെങ്കിൽ DC ആവാനോ ബെറിസ്റ്റാർ ആവാനോ ഒന്നും നമ്മൾ കാത്തിരിക്കരുത്. നമ്മൾ ലീഡേഴ്സ് നമ്മളോട് മാറണം എന്ന് പറയുന്ന ആ സ്പോട്ടിൽ തന്നെ നമ്മൾ മാറാൻ തയ്യാറാവണം. നമ്മളൊക്കെ അങ്ങനെ തയ്യാറായ ആളാ. നിങ്ങൾക്കറിയാം ഉസ്താദ് വെള്ള മുണ്ടും വെള്ള നടന്നിരുന്ന ഒരാളാ. പക്ഷെ ലീഡേഴ്സ് പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാലോ, ഒരു ഉസ്താദ് മേഖലയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഈ ഒരു മേഖലയ്ക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പാന്റ് ഷർട്ട് ഇടുക എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്നായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് ഒന്നും നോക്കാതെ കണ്ണ് ചുമ്പിക്കൊണ്ട് വിശ്വസിക്കുന്ന ആളാണ് എന്റെ ഹസ്ബൻഡ്. ആ ഹസ്ബൻഡിനെ കിട്ടിയത് തന്നെ എനിക്ക് വലിയ ഭാഗ്യാണ്. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം അന്നൊക്കെ അങ്ങനെ നെഗറ്റീവ് ആയിരുന്നു, ഞാനിങ്ങനെ ദേഷ്യം പിടിച്ചിരുന്നെങ്കിലും പക്ഷെ എന്നെ കൊണ്ട് ഇതുവരെ ദേഷ്യം പിടിച്ചാണ്ട് ഒരു വർത്താനം പറഞ്ഞിട്ടില്ല. കാരണം എന്താ, വിവരമുള്ളത് കൊണ്ടായിരിക്കാം. അന്ന് ഒന്നും എന്നോട് എതിർപ്പ് പറയാതെ, അറിയാത്തത് കൊണ്ടാണല്ലോ ഇവള് ഞാൻ നെഗറ്റീവ് പറയുന്നത് എന്നുള്ളത് ഹസ്ബൻഡ് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നെ അന്ന് ഒന്നും പറയാഞ്ഞത്. പിന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡിനെക്കാട്ടിലും എപ്പം വീട്ടിൽ നിൽക്കുകയാണെ നമുക്ക് അവർക്ക് പോകണ്ട, അവിടെ വല്ല വർക്ക് എടുക്കണ്ടേ ഈ വർക്ക് എടുക്കണ്ടേ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് മാറാൻ തയ്യാറായി. ഇതാണ് ഇപ്പൊ പറഞ്ഞു കൊണ്ടുവന്നത്. ഉസ്താദ് വെള്ള തുണി ഷർട്ടും ഒരു പാന്റിലേക്ക് മാറണം എന്ന് പറഞ്ഞ് മാറാൻ തയ്യാറായി. അത് മാറിയത് എങ്ങനെയാണ്, ഇവിടുന്ന് ഒരു പ്രോഗ്രാമിന് പോകുമ്പോ ഒരു മീറ്റിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് പാന്റ് ഉള്ളിലിട്ട് തുണി മുകളിലെടുത്ത് അവിടെ ചെന്നിട്ട് ഇത് കഴിച്ചു വെച്ച് പ്രോഗ്രാമിൽ കയറും. എന്നാലും ലീഡേഴ്സ് പറഞ്ഞ വാക്കുകൾ തട്ടിക്കളഞ്ഞിട്ടില്ല. ആ ലീഡേഴ്സ് പറയുന്ന വാക്കുകൾ എന്താണ് അവരുടെ വായെന്ന് വീണത് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം അത്രത്തോളം നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ലയിച്ചു ചേർന്നു, നമ്മളെ ചോരയിൽ ഇത് ലയിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ലീഡേഴ്സ് വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ ഒരു ഐപ്ലേസ് മീറ്റിംഗ് തിങ്കൾ ടു വെള്ളി വരെ നടക്കുന്ന ഈ ഒരു മീറ്റിംഗ് ശനിയാഴ്ച ഇല്ലാഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇത് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമാണ്. ഇന്ന് എന്താ ഇപ്പൊ ഇതില്ലാത്തത്, ഇന്നും കൂടി ഇത് വേണ്ടിയിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുള്ള ആൾക്കാരാണ് ഞങ്ങള്. കാരണം അത് തുറന്നു പോകും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ മാറണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മാറിയേ പറ്റുള്ളൂ. മാറണം, ഇതാണ് എനിക്ക് പറയാനുള്ളത്. റാങ്ക് അടിക്കാനോ മറ്റുള്ള കാര്യത്തിനോ നമ്മൾ നിൽക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചില സിറ്റുവേഷനുകളെ നമ്മൾ പേഴ്സണൽ പ്രോബ്ലം ആക്കി മാറ്റിയാണ് പല ആൾക്കാരും ചെയ്യുന്നത്. അതെന്താ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മീറ്റിംഗ് നിൽക്കുന്ന സമയത്ത് നമ്മൾ തെറ്റിപ്പോയി. തെറ്റാതെ ഇന്ന് ലോകത്തിൽ ആരും വിജയിച്ചിട്ടില്ല. നമുക്ക് തെറ്റെന്നുള്ള ഒരു പേടി ഉള്ളത് കൊണ്ട് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പരാജയപ്പെടുള്ളൂ. ഈ ബിസിനസ് പരാജയപ്പെടുക ഒരിക്കലും ഇല്ല. നമ്മൾ മുന്നോട്ട് വന്ന് നമ്മൾ പ്രവർത്തിക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അവർ ചിലപ്പോ ഒരു മീറ്റിംഗ് എടുക്കുമ്പോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് തെറ്റി, അത് ആ സിറ്റുവേഷനിൽ തെറ്റിപ്പോയതാണ്. പക്ഷെ അതിന്റെ പേഴ്സണൽ പ്രോബ്ലം ആക്കി നമ്മൾ മാറ്റാൻ പറ്റും. എന്നെ കൊണ്ട് കഴിയൂല, എനിക്ക് തെറ്റാ പറയാൻ കഴിയുന്നുള്ളൂ പറഞ്ഞ് മാറ്റി തീർക്കരുത്. പല കാര്യങ്ങളും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. നമ്മൾ സ്റ്റേജിൽ ഒരു പെർഫോമർ ആവുന്ന സമയത്ത് ഒരു തപ്പിപ്പിടുത്തൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ആർക്കായാലും ഏത് വിജയിച്ച ലീഡേഴ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്, തെറ്റാതെ ആരും വിജയിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ആ തപ്പല് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്നാണ് തീരുമാനിക്കുകയാണ്, എന്നെ കൊണ്ട് സാധിക്കൂല, നിങ്ങൾക്കൊക്കെ കഴിഞ്ഞ് എന്നെ കൊണ്ട് കഴിയൂല. ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസമൊന്നുമല്ല, ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വിശ്വസിക്കാൻ പഠിക്കണം ആദ്യം. നമ്മളെ കൊണ്ട് കഴിയും എന്ന ഒരു ഗേറ്റിലെ ഐഷമേളത്തിന് വിജയിക്കാൻ സാധിച്ചു. സാധാരണ ഒരു വീട്ടമ്മക്ക് ഈ ലെവലിൽ വരെ എത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്കത് സാധിക്കൂല, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു തീരുമാനം നമ്മളെ ഉള്ളിൽ നമ്മൾ എടുത്തേ പറ്റുള്ളൂ.
അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. എല്ലാത്തിനും നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കരുത്. നമ്മക്കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് ടീം ബിൽഡ് ചെയ്യാൻ സാധിക്കും, അവർക്ക് മീറ്റിംഗ് എടുത്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ള നമ്മളെ കൊണ്ട് കഴിയും 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 എന്നുള്ളത് മാത്രം ചിന്തിക്കുക. കഴിയൂല എന്നുള്ള ഒരു നെഗറ്റീവ് അവിടെ ചിന്തിക്കാതെ ഇരിക്കുക. നമ്മള് മീറ്റിംഗ് എടുക്കുന്ന സമയത്ത് അഥവാ ഒരു കാരണവശാല് മീറ്റിംഗ് വെച്ച് ലീഡേഴ്സ് അവിടെ എത്താൻ കഴിഞ്ഞില്ല, ഒരിക്കലും ആ മീറ്റിംഗ് നമ്മൾ മുടക്കരുത്. നമ്മളെ കൊണ്ട് കഴിയും. എന്താ, നമ്മൾ അവരെ കൂടെ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ കാര്യം ഇവരെ മുന്നിൽ അങ്ങനെ പെർഫോം ചെയ്യണം. അവർക്കറിയോ, തെറ്റിയാലും അവർക്ക് പുതിയൊരാൾ വന്നിരിക്കുമ്പോ അവർക്കറിയില്ല ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്. നമ്മളങ്ങനെ പെർഫോം ചെയ്യാം, അതിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം ലീഡേഴ്സ് വരാതെ നമുക്കൊരു മീറ്റിംഗ് എടുക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. ആയിഷ മേഡം പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയൊരു ടീമിനെ മീറ്റിങ്ങിന് വിളിച്ച് ആയിഷ മേഡം അവിടെ എത്തി, നിഷാന്ത് സാറ് വരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മീറ്റിങ്ങിന്റെ ടൈമായി, ടൈം കുറച്ച് മുന്നോട്ട് പോയി. ആ സമയത്ത് നിഷാന്ത് സാറ് വന്നില്ല. പക്ഷെ ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് മുന്നില്. അവരോട് ഇന്ന് ലീഡേഴ്സ് വന്നിട്ടില്ല, എന്ന് പ്രോഗ്രാം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ ബിസിനസ് താഴോട്ട് പോയി. പക്ഷെ മേഡം അവിടെ ഗഡ്സോട് കൂടി, ചങ്കൂറ്റത്തോട് കൂടി അവിടെ കൈകാര്യം ചെയ്തു, മീറ്റിംഗ് അങ്ങോട്ട് എടുത്തു. പക്ഷെ ആ മീറ്റിങ്ങില് മേഡത്തിന് സംസാരിക്കാനും മീറ്റിംഗ് എന്നെ കൊണ്ട് എടുക്കാൻ കഴിയും, ലീഡേഴ്സ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഹോൾഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് മേഡം മനസ്സിലാക്കി. അന്ന് നിഷാന്ത് സാർ അവിടെ എത്താത്തത് കൊണ്ടാണ് മേഡം അത് മുന്നോട്ട് വരാൻ കാരണം. ഇനി മീറ്റിംഗ് എടുക്കാൻ സാറ് വേണ്ട, ഞാൻ ചെന്ന് ചെയ്തോളാം എന്നുള്ള ലെവലിലേക്ക് എത്താൻ കാരണം ആ ഒരു മീറ്റിംഗ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് ഒരു മീറ്റിങ്ങിന് അപ്ലൈൻ ലീഡേഴ്സ് വന്നില്ല എന്നതിന്റെ മീറ്റിംഗ് നഷ്ടപ്പെടുത്തരുത്. ആ വെച്ച അതേ ടൈമിൽ തന്നെ നമ്മളത് നടത്തണം. അതാണ് നമ്മുടെ വിജയം. അപ്പൊ നമുക്ക് പിന്നെ ഒരു മീറ്റിങ്ങിന് ലീഡേഴ്സ് വന്നിട്ടില്ലെങ്കിലും നമുക്കൊരു കോൺഫിഡന്റ് ആയില്ലേ, ഉള്ളില് നമുക്കൊരു ചാർജ് വന്നു, നമുക്ക് എടുക്കാൻ കഴിയും. അപ്പം പിന്നെ ആ എടുത്തതിന് അപ്പഴേ ലീഡേഴ്സ് നല്ലൊരു സന്തോഷമായിരിക്കും, നിങ്ങൾ എടുത്തത് നന്നായിട്ടോ, നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്തു, ഇത് തന്നെയാണ് വേണ്ടത്. ഈ ഒരു പ്രോഗ്രാം കുറെ ആളുകളെ വെച്ച് ആയിഷ മേഡം ചെയ്ത സമയത്ത് നിഷാന്ത് സാർ വന്നിട്ടുണ്ട്. നിഷാന്ത് സാറ് പ്രോഗ്രാം ആ ഹോളിലേക്ക് വന്നിട്ടില്ല, പുറത്ത് വിടോ നിന്ന്. കാരണം എന്താ, ഈ ഒരു ആയിഷ മേഡത്തിനെ ഡെവലപ്പ് ചെയ്തണമെങ്കിൽ നിഷാന്ത് സാർ അത് ചെയ്തേ പറ്റുള്ളൂ. അല്ല എന്നും നിഷാന്ത് സാർ വന്ന് ക്ലാസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആയിഷ മേഡത്തിന്റെ പെർഫോമൻസ് പഠിപ്പിക്കാനുള്ള ഒരു അവസരമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിഷാന്ത് സാർ മാറി നിന്നതാണ്. ആയിഷ മേഡത്തിന് കഴിയോ, ഇത് ചെയ്തു നോക്കട്ടെ എന്നുള്ള ലെവലിലാണ് നിഷാന്ത് സാർ മാറി നിന്നത്. അതുകൊണ്ട് ഇന്ന് ആയിഷ മേഡം നമ്മളെ പിന്നെ മലപ്പുറം ജില്ലയിലല്ല, SBGയിലല്ല, ഈ കമ്പനിയിൽ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറായി മാറിയില്ലേ. അതൊക്കെ ഈ ഒരു തുടക്കത്തിൽ ഇങ്ങനത്തെ റിസ്ക് എടുത്തത് കൊണ്ടാണ്. നമ്മൾ ഏത് വിജയിച്ച ആളുകളെ എടുത്ത് നോക്കി, ഇങ്ങനെ തുടക്കകാലങ്ങളിൽ നല്ല വണ്ണമുള്ള സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഈ ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു 4-5 ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനേ നമുക്ക് റിസ്ക് ഉള്ളൂ. ആ റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കുക? ആ റിസ്ക് തുടക്കകാലങ്ങളിൽ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണോ, നമ്മളെ ജീവിതത്തിൽ ഏത് ലെവലിൽ വരെ എത്താനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, പിന്നെ നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്താല്, നമ്മള് ടീം മീറ്റിംഗ് വെച്ച് ഇന്ന സമയത്ത് ഇന്ന വീട്ടില് ഇന്ന ആളെ വീട്ടില് മീറ്റിംഗ് ആണെന്ന് പറയുന്ന സമയത്ത് അന്ന് എന്തേ കാരണവശാല് അവിടെ എടുക്ക എന്ന് പറഞ്ഞ ലീഡേഴ്സിന് ഒഴിവില്ലെങ്കിൽ ഒരിക്കലും ആ മീറ്റിംഗ് നഷ്ടപ്പെടുത്തരുത്. പിന്നെ ആ ഒരു വീട്ടില് ഈ മീറ്റിംഗ് വെക്കാൻ സാധ്യത കുറവാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ആ വീട് ചിലപ്പോ പിന്നെ ഹസ്ബൻഡ് അല്ലെ വൈഫ് ഏറ്റെടുത്ത ഒരു വീടായിരിക്കാം. അവിടെ ആ വീട്ടില് പോസിറ്റീവ് ആക്കാൻ പറ്റിയ ഏറ്റൊരു അവസരമല്ലേ, നല്ലൊരു അവസരമാണ്. നമ്മൾ ലീഡേഴ്സിനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസരം സിറ്റുവേഷൻ നമുക്ക് വരരുത്. നമ്മളെല്ലാം പഠിക്കാൻ തയ്യാറാവുക. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയാണ്ട് ടൈം മാറ്റി വെക്കാന്ന് വെച്ചാൽ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പഠിക്കരുത്. ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ട് പഠിക്കലാണ്. ഇത് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ തോനെ പഠിക്കാനൊന്നുമില്ല. ഈ രാവിലത്തെ ഐഫ്ലേസ് മീറ്റിംഗ്
തന്നെ മതി ധാരാളം. നമുക്ക് എല്ലാവിധ അറിവുകളും പിന്നെ നിഷാൻ സാർ ആയിക്കോട്ടെ, പിന്നെ അൽത്താഫ് സാറ്, ഇസ്മായിൽ സാറ്, ഇവരൊക്കെ ഹയർ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്ത ആൾക്കാരാ. അവര് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ നമ്മള് പിന്നെ ഈ പുറമെ ഒരു ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മൾ നല്ല കാശ് കൊടുത്തായിരിക്കാം നമ്മൾ പോകേണ്ടത്. പക്ഷെ ഇന്ന് നമ്മള് അവരെ ട്രെയിനിങ് നമ്മളെ റൂമിലിരുന്ന്, നമ്മളെ ഫോണില്, നമ്മളെ വീട്ടിലിരുന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. ആ അറിവൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് പല ആളുകളും എന്താ ചെയ്യുന്നത്, കടന്നുറങ്ങാണ്. അവര് നമ്മള് വിളിച്ചുണർത്തണം. എത്ര വലിയ ലീഡേഴ്സിനെ വരെ നമ്മൾ വിളിച്ചത് ഈ കേറിയിട്ടോ എന്ന് പറയണം. കാരണം അത് ഇതിന്റെ വാല്യൂ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈ ബിസിനസിന്റെ ബ്യൂട്ടി എത്രത്തോളാണ്, ഈ ഐസ് പ്ലേസ് മീറ്റിംഗിന്റെ പ്രാധാന്യം എത്രത്തോളാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. കാരണം അവരൊക്കെ അറിവ് ഇന്നലത്തൊക്കെ ഐഷ മേഡത്തിന്റെ ക്ലാസ് പിന്നെയും പറയാണ്, എന്താ നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറോട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടത്? നമ്മളെന്താ ഒരാളോട് പറയാ, ഞാൻ ചെറിയ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഇത് ചെറിയ ബിസിനസ് ആണോ? നമ്മളെ തന്നെ ആദ്യം അത് മനസ്സിലാക്കുക, ഇത് വലിയൊരു ബിസിനസ് ആണ്. ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്ന പല ആൾക്കാരും ചെയ്യുന്ന ബിസിനസിനേക്കാളും എത്രയോ വലിയ ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺഫിഡന്റ് ആണ് നമ്മുടെ കൂടെ ആളുകൾ വരിക. എനർജറ്റിക് ആയിട്ട് നമ്മൾ പറയാൻ നമുക്ക് സാധിക്കണം. അതൊക്കെ പറയുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് അല്ലേ നമ്മളെ NTC പോലെ ലീഡേഴ്സ് ഒക്കെ. നമ്മൾ എനർജറ്റിക് ആയിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും അവർ തരുന്നില്ലേ? അവർക്ക് ചെയ്യേണ്ട ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, എന്തിന് ചെയ്യണം, എപ്പോഴൊക്കെയാണ് ഇത്, എങ്ങനെയൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ലീഡേഴ്സ് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് ചെല്ലണ സമയത്ത് ആ കൊണ്ടുപോണ വ്യക്തിയാണ് അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത്. അത് പല ആൾക്കാർക്കും കഴിയുന്നില്ല. ഇവര് 35,000 രൂപക്ക് ജോയിൻ ചെയ്യാന്ന് പറയുമ്പോ അവരോട് ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോളി, ഞങ്ങളുണ്ടല്ലോ നിങ്ങളെ കൂടെ, ഞാൻ ഇത്രത്തോളം ചെയ്തു, ഞാൻ ഇത്ര സംഖ്യക്കാണ് എടുത്തത്, ധൈര്യമായിട്ട് ഏറ്റെടുത്തോളൂ, നിങ്ങൾ യാതൊരു ഇതിലും നിങ്ങൾ കുടുങ്ങൂല എന്നുള്ള ഒരു ധൈര്യം കൊടുക്കാൻ പല ലീഡേഴ്സിനും കഴിയുന്നില്ല. അത് എന്തുകൊണ്ടാ കഴിയാത്തത് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു ഇത് നമ്മൾ കൊടുക്കുമ്പോ മാത്രമേ നമ്മളെ കൂടെ ആളുകൾ വരുള്ളൂ. അതാണ് പോസ്റ്റിംഗ് നടക്കാത്തത്. അവരൊരു 5,000 തന്ന് പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ആ ഉൽപ്പന്നം ഉപയോഗിച്ചാല്, അത് കുറച്ച് ഉൽപ്പന്നങ്ങളല്ലേ ഉണ്ടാവുള്ളൂ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് അവരെ പോവും. അപ്പൊ നല്ല ഒരു 35,000 ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മള് അതിൽ പിടിച്ചു നിൽക്കും അല്ലെ. ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി നമുക്ക് ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. അപ്പൊ നമ്മള് അങ്ങനെ നമ്മളത് ചെയ്തെങ്കിലല്ലേ നമ്മൾ ഒരാളെ 5,000 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഞാൻ 5,000 ജോയിൻ ചെയ്തെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, നമ്മളൊരു 35,000 ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മള് മറ്റുള്ളവരോട് എന്താ പറയാ, ജോയിൻ ചെയ്യാൻ പോകുന്നത് ഞാൻ 35,000 ഡിസ്ട്രിബ്യൂഷനാണ് അടുത്തത്, ഇത് വലിയൊരു ബിസിനസ് ആണ്, നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താനും പറ്റിയ ഒരു ബിസിനസ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേഷൻ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവര് നമ്മളൊപ്പം കൂടുക. അല്ലാതെ ബിസിനസ് പ്ലാൻ അറിഞ്ഞിട്ടൊന്നല്ല നമ്മൾ ആരാണോ കൊണ്ടുപോകുന്നത് ആ വ്യക്തിയിലുള്ള വിശ്വാസത്തിലാണ് ഒരാൾ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളൊരു ലീഡേഴ്സിനെ കൊണ്ടുപോവുകയാണ്, പ്ലാൻ പറയാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപോകണത്, അവരെ മുന്നിൽ ഈ ലീഡേഴ്സിനെ കുറിച്ച് എഡിഫിക്കേഷൻ ചെയ്യണം. ഈ ലീഡേഴ്സ് ഇത്രത്തോളം കാലമായി ഇത് ചെയ്യുന്നു, എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര വരുമാനം ഇതിലൂടെ വാങ്ങുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പറയുന്ന ആ കൊണ്ടുപോണ ലീഡേഴ്സ് പറയുന്ന വാക്കുകൾ അവര് ഉൾക്കൊള്ളാൻ തയ്യാറാവുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ പറയുന്നതൊക്കെ ഒരു മൈൻഡില്ലാതെ അവര് കേട്ട് പോയിട്ടൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എഡിഫിക്കേഷൻ ആണ്. നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാല് ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോകും, നമ്മൾ കേറി അങ്ങോട്ട് പറയും, അതുകൊണ്ട് കാര്യമില്ല, നമ്മളെന്താണെന്നോ ഏതാണെന്നോ അവർക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ അത് എന്താണെന്നുള്ള കാര്യം ശരിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളെ വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ
പറയാനുള്ള ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യിപ്പിച്ച് ആ വീട്ടിൽ പിറ്റേന്ന് ചെന്ന് ജോയിൻ ചെയ്ത് പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യണത് അവിടെ പോയിരുന്ന് ലിസ്റ്റ് ബിൽഡ് ചെയ്യണം. ഒരു ലിസ്റ്റ് ഇല്ലാതെ ഒരു കാര്യം നമുക്ക് വേറൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, നമ്മളെ വീട്ടിൽ തന്നെ പല ഫംഗ്ഷനുകളും നടക്കുന്നില്ലേ, അതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യല്? നമ്മൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുക. മോളെ കല്യാണമായാലും കുടിയിരിക്കലായാലും എന്തൊരു ഫംഗ്ഷൻ ആയാലും നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം ലിസ്റ്റ് ബിൽഡ് ചെയ്യും. ഇത്ര ആളെ വിളിക്കണം, ആരൊക്കെ വിളിക്കണം, എത്ര ആളാണ് ഒരു വീട്ടിൽ നിന്ന് വേണ്ടത്, എത്ര ആളെ പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഒരുങ്ങും. ഈ ഒരു ബിസിനസിന്റെയും ബ്യൂട്ടി അത് തന്നെയാണ്. പിന്നെ ലിസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 കോടി മാസം വരുമാനം വാങ്ങുന്ന മൊബീൻ സാറ് ചെയ്തതും ഫസ്റ്റ് ലിസ്റ്റ് ബിൽഡ് ചെയ്തതാണ്. ലിസ്റ്റ് ബിൽഡിങ്ങിലൂടെയാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. പല ആളുകളും പറഞ്ഞു ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് എന്താ പറയാന്നറിയും, എന്റെ ഫോണിലുണ്ട്, എന്റെ മനസ്സിലുണ്ട്, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഒരിക്കലും വിജയിക്കാൻ പറ്റൂല. അത് ഡയറിയിൽ എന്ന് നിങ്ങൾ ആക്കുന്നുണ്ടോ അന്നേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഒരു 10 ആളെ കണ്ടു, അവർ നെഗറ്റീവ് പറഞ്ഞു, പ്രശ്നമില്ല, ബാക്കിയുള്ള ആളുകൾ ഈ ലിസ്റ്റിലുണ്ടല്ലോ, അതിനാണ് ലിസ്റ്റ് എഴുതണം എന്ന് പറയുന്നത്. ആ 210 ആക്കാൻ നമ്മളോട് ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടോ അതാക്കിയേ പറ്റുള്ളൂ. അത് നമ്മൾ ആരാണോ കൊണ്ടുവരുന്നത് അവരുടെ വീട്ടിൽ ചെന്ന് ഇരുന്ന് 10 25 പേരെ നമ്മൾ അവിടെ ഇരുന്ന് എഴുതി കൊടുക്കണം. പല ആൾക്കാരും ചെയ്യുന്നില്ല. ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ബിസിനസ് ഗ്രോത്ത് വരാത്തത്. അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ എന്നാണോ നമ്മൾ തയ്യാറാകുന്നത് അന്ന് നമ്മൾ വിജയിക്കാൻ സാധിക്കും. അത് നമ്മൾ ചെയ്യണം, ചെയ്തു കൊടുത്ത് ലിസ്റ്റ് ബിൽഡ് ചെയ്യണം. എന്നിട്ടാണ് അവരെ മീറ്റിംഗ് വെക്കേണ്ടത്. അതുപോലെ ക്ഷണിക്കുന്ന കാര്യം 4 ബേസിക് ആണ്. അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം, എന്നാലും ആവർത്തനമാണ് എന്നുള്ള ഇതിലൂടെ ഒന്നും കൂടി പറയാണ്. പുതിയതായിട്ട് വന്നുള്ള ആൾക്കാർക്ക് 4 ബേസിക് എന്താന്ന് അറിയില്ല. 4 കാര്യങ്ങൾ ഇതിലുണ്ട്. ഇൻവിറ്റേഷൻ, നമ്മളൊരു ഹോം മീറ്റിംഗ് വെക്കുന്ന സമയത്ത് നമ്മൾ ക്ഷണിക്കുന്ന രീതി, നമ്മൾ പോയി പറയാണ് ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ, ഒരു ബിസിനസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാലൊന്നും ആരും വരൂല. നമ്മൾ പറയാ ഒരു ഹെൽത്ത് ഒരു ക്ലാസ് ഉണ്ട്, നിങ്ങൾ വരൂട്ടോ, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെയാണ് ക്ഷണിക്കുന്നത്, അതിൽ പ്രധാനപ്പെട്ട ഒരാള് നീ ആയതുകൊണ്ടാണ് നിന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വരണം എന്നുള്ള രീതിയിൽ നമ്മൾ പോയി വീട്ടിൽ ചെന്ന് നമ്മൾ ക്ഷണിക്കണം. പല ആളുകൾ ഫോണിൽ കൂടെ വിളിച്ച് പറയും, ആരാണോ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് അവര് മറ്റേ ഡിസ്ട്രിബ്യൂട്ടറെ കൂടെ ചെന്ന് ഇറങ്ങി നമ്മൾ ക്ഷണിക്കാൻ നമ്മൾ കൂടെ നിന്ന് കൊടുക്കണം. ഈ ഒരു മീറ്റിംഗിലേക്ക് നിങ്ങൾ ഇത്ര സമയത്ത് അവിടെ എത്തണം കേട്ടോ, വാല്യബിൾ ആയിട്ട് ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മള് കല്യാണത്തിന് വിളിക്കുമ്പോ വരുന്ന ഞായറാഴ്ച കേട്ടോ കല്യാണം, നിങ്ങളവിടെ വരണ്ടീന്ന് പറയുന്നതും, വീട്ടിൽ ചെന്ന് നിങ്ങളെല്ലാവരും തലേന്നേ വരണം കേട്ടോ, തലേന്നേ നിങ്ങളെ ഒരു സാന്നിധ്യം അവിടെ വേണട്ടോ, എല്ലാം ആക്കി ചെട്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോട് കൂടി വിളിക്കുന്നതും നിങ്ങളവിടെ വരണ്ടിട്ടോ എന്ന് പറയുന്നതും മാറ്റണ്ട്. അപ്പൊ നമ്മൾ ക്ഷണിക്കുന്ന കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ക്ഷണിച്ചെങ്കിൽ മാത്രമേ അവിടെ ആ മീറ്റിംഗിലേക്ക് ആളെത്തുള്ളൂ. പിന്നെ നമ്മൾ ഷോ ദ പ്ലാൻ ആണ് പ്ലാൻ പറയേണ്ടത്. നമ്മൾ കടയിൽ നിന്നോ റോഡിന്റെ പക്കത്തുനിന്നോ അവിടുന്ന് ഇവിടുന്നൊന്നും പ്ലാൻ പറയരുത്. ഇത് വലിയൊരു ബിസിനസിന്റെ പ്ലാൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അവരെ തലയിലേക്ക് ഇത് കയറണമെങ്കിൽ ഒരു നല്ലൊരു സിറ്റുവേഷനിൽ ഒരു റൂമിൽ നിന്നായിരിക്കണം നമ്മൾ ഈ ക്ലാസ് കൊടുക്കേണ്ടത്. അപ്പൊ പല ആൾക്കാരും അവിടെ കടയിൽ അന്ന് ഒഴിവാണ്, അവിടെ കടയിൽ ചെന്ന് പ്ലാൻ പറയാം. പക്ഷെ ആ പ്ലാനുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മള് ലേഡീസ് വിളിക്കുന്നതല്ലേന്നല്ലേ നമ്മൾ പോയി പറഞ്ഞു കൊടുക്കും. പക്ഷെ പ്രത്യേകിച്ച് ഫലം ആ ഒരു കാര്യത്തിൽ കൂടെ ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ അവരോട് നമ്മൾ ടൈം വാങ്ങണം. 1/2 മണിക്കൂർ ഫ്രീ മൈൻഡോട് കൂടി നമ്മുടെ മുന്നിൽ ഇരിക്കാൻ റെഡി ആവുന്ന ആളുകളോട് നമ്മൾ പ്ലാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാതെ കുടുംബശ്രീ മീറ്റിംഗ് ഉള്ള സമയത്ത് അവിടെ പോയി കുടുംബശ്രീയില് മീറ്റിംഗ് അവരോട് സൂചന പോലും കൊടുക്കാതെ അവരെ മുന്നിൽ ചെന്നാണ്ട് ഓലെ കുടുംബശ്രീ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇതാണ് കേറി പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല. അതുകൊണ്ടാണ് ഇനി അങ്ങനെ ഒരു ഇത് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ആവർത്തനം പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളിൽ ഉണ്ടാകരുത്. ആദ്യം തന്നെ മുൻകൂട്ടി നമ്മൾ കാര്യം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മീറ്റിംഗ് ആക്കി
നോക്കി അത് ഉപയോഗിക്കാൻ, എന്നെങ്കിലേ നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യുന്ന റിസൾട്ടിലാണ് എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഉള്ളിൽ ബോധം വേണം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോണ വ്യക്തി, ഞാൻ പറയാം, നമ്മളെ ഏൽപ്പിച്ച് കൊണ്ടുപോണ വ്യക്തിന്റെ പിന്നെ കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ കഴിയില്ല. ഈ പ്ലാൻ പറയുന്ന സമയത്ത് ഒരു 5 പ്ലാനിന് ലീഡേഴ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സ്വയം നമുക്ക് തന്നെ പ്ലാൻ പറയാൻ കഴിയും. അത് ശ്രദ്ധിച്ച് എങ്ങനെയാണ് ലീഡേഴ്സ് ഇവർക്ക് സംസാരിച്ചു കൊടുക്കുന്നത് അല്ലെ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. പിന്നെ ഒരാളെ കിട്ടുന്ന സമയത്ത് നമുക്ക് ആരും വേണ്ട, നമുക്ക് തന്നെ പ്ലാൻ പറഞ്ഞു കൊടുക്കാം. പക്ഷെ പല ആളുകളും ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മളെ പ്ലാൻ പറയാൻ ഏൽപ്പിച്ച് അവര് ജോലിക്ക് പോവാണ്, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പോവാണ്. ഇതൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മളിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണ്ടേ. നമ്മള് ഇന്ന് ലീഡേഴ്സ് ആണ് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ നാളെ നമുക്ക് പറയാനുള്ളതല്ലേ. അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ കഴിയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ക്ലോസിങ് പിന്നെ നമുക്ക് എവിടുന്ന് ചെയ്യാം അല്ലെ. 24 നമ്മളെന്താ പറയല്, പ്ലാൻ കേട്ട ഒരു വ്യക്തിയുടെ 24 മണിക്കൂർ കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. കാരണം ഈ പല ആൾക്കാരും ചെയ്യുന്നത് ഇന്നൊരു മീറ്റിങ്ങിന് കൊണ്ടുപോയി പ്ലാൻ കേട്ട് പിന്നെ അവരുടെ അടുത്ത് പോകുന്നില്ല, പിന്നെ 2-3 ദിവസം അല്ലെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കാര്യമുണ്ടോ? നമ്മളാ പിന്നെ GTS-നൊക്കെ പങ്കെടുപ്പിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. നമ്മള് കഴിയുമെങ്കിൽ അന്ന് തന്നെ ചെന്ന് ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. അതുകൊണ്ട് ഈ സെഷൻ ഇന്നിവിടെ ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ ഒരു കാര്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. मैं तो पाँव दबा के दिखा, मेरे को चैलेंज कर रहा है ये ले दबा दिया पाँव। मैं तो ये कंधा दबा कंधा भी दबा दिया। तेल होता ना तेरा पूरा बॉडी मसाज करती मैं, तब तेरे को पता चलता कितना दम है मेरे में। मैं तो पकड़